അപ്പൊ റിസ വരുന്നില്ല. റിസ ഇങ്ങനെ വന്നിട്ട് ഹിബായിട്ട് അടി കൂടുകയാണ്. ഹിബ വേണ്ട അടിയും കൊടുത്തിട്ട് നിൽക്കുന്നു. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങൾ വേണ്ട കൊല്ലത്ത് ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. കൊല്ലത്ത് ഫെസ്റ്റിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ മറൈൻ അക്വേറിയം ഉണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ നമുക്കതിന് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു കാണാൻ പറ്റാത്തതുകൊണ്ട്. അതായത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷസ് അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇത്തവണ ഏതായാലും നമ്മൾ ഒരുങ്ങി കെട്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊല്ലത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ആശ്രാമ മൈതാനത്താണ് സംഭവം. ഫിഷിൻ്റെ വായ ഓപ്പണാക്കി വെച്ചേക്കുന്ന പോലെ ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് സംഭവം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് നമ്മൾ ഫസ്റ്റ് പോയിട്ട് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് നമുക്കിതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പുനലൂരിൽ നിന്ന് വണ്ടി എടുത്തിട്ട് പിന്നെ നിർത്തിയത് കൊല്ലത്ത് വന്നിട്ടാണ് കേട്ടോ. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നതിൻ്റെയൊക്കെ ക്ഷീണത്തിൽ ഞാനൊന്ന് ചാരി നിന്ന് പോയി. എൻ്റെ മോള് തന്നെ എന്നെ ട്രോളാണ് ഗൈസ്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറെ പേര് വന്നിട്ടുണ്ട്. ആരെയും കാണാനില്ല. എല്ലാരും എവിടാണെന്ന് അറിയത്തില്ല. I'll be the last one left when the lights go out. I'm down to one last breath but I can't stop. ഭയങ്കരമായിട്ട് ബാസിട്ട് അവിടെ മ്യൂസിക് ഇട്ടേക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പറയുന്നതൊന്നും കേൾക്കത്തില്ല. അപ്പം ഞാൻ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഒരാളിന് 150 റുപ്പീസാണ്. 5 വയസ്സിന് മുകളിലുള്ളവർക്ക് എല്ലാവർക്കും 150 റുപ്പീസാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ 2 ടിക്കറ്റ് എടുത്തും കൊണ്ട് കയറി പോവാണ് കേട്ടോ. അപ്പം ആ ഫിഷിൻ്റെ വായ തുറന്നിരിക്കുന്ന പോലത്തെ സംഭവമാണ്. അതാണ് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്. അവിടേക്ക് പോവാണ്. അപ്പം അതിലൂടെ കയറിയിട്ട് കുറച്ച് സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇനി ക്യാമറയൊക്കെ പിടിച്ചുകൊണ്ട് പോയി അവിടെ മറിഞ്ഞ് വീഴുമെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പേടിച്ച് എന്തായാലും കയറിയത് എന്തായാലും കുഴപ്പമില്ല. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെപ്സൊക്കെ തന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഹിബുസ് അങ്ങനെ ആദ്യമേ കയറി പോവാണ് കേട്ടോ. അപ്പം വീട്ടിൽ നിന്ന് അനിയത്തിയും ഉമ്മയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അവരെയൊക്കെ കാണാനും വേണ്ടിയിട്ടാണ്. അവരിങ്ങനെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചിട്ട് നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ തന്നെ പറ്റുന്നില്ല. ഫോൺ അറ്റൻഡ് ചെയ്താൽ പോലും ഞാൻ എന്തോ പറയുന്നതെന്ന് അവർക്കും കേൾക്കത്തില്ല, അവരെന്തോ പറയുന്നതെന്ന് എനിക്കും കേൾക്കത്തില്ലാത്തൊരു കണ്ടീഷനായിരുന്നു. അങ്ങനെ നമ്മൾ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാണ് കേട്ടോ. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സംഭവങ്ങളൊക്കെ. അപ്പം ഇപ്പോൾ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവരെ കണ്ടിട്ട് പിന്നെ വന്ന് ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പം അതുമല്ല നമ്മളവിടെ നിൽക്കുന്ന സമയത്തിന് ഇവിടെ എങ്ങും ഒഴിവില്ലായിരുന്നു. അതും വേറെ കാര്യം. ഇവിടെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ വാട്ടർഫാളൊക്കെ വെച്ചേക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ലൈറ്റ് സെറ്റിങ്ങും ഒക്കെ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണത്തെ മറൈൻ അക്വേറിയത്തിൽ AC ഒന്നും ഇല്ലായിരുന്നു. അകത്ത് കയറിയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു എന്നൊക്കെ കഴിഞ്ഞ തവണ പോയിട്ടുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ AC ഒക്കെ ഉണ്ട്, ഭയങ്കര കൂളിംഗ് ആണെന്നൊക്കെ പറഞ്ഞു. ഇതുണ്ട് 2 ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ കയറി പോകുന്ന സ്ഥലത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ്. ഹിബൂസ് പിന്നെ എവിടെയെങ്കിലും പോയാൽ പിന്നെ പാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അത് അവളുടെ ഒരു ജന്മനുള്ളൊരു സ്വഭാവമാണ്. എവിടെയെങ്കിലും പോകണമെങ്കിൽ അവിടുന്ന് വീട്ടിൽ നിന്ന് പോകാനും അവിടുന്ന് തിരിച്ചു വരാനും ഒക്കെ ഭയങ്കര ഒരു വെപ്രാളമാണ് കേട്ടോ. പാരമ്പര്യമായിട്ട് കിട്ടിയതെന്നാണ് ഞാൻ പറയാറുള്ളത്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ഭയങ്കരമായിട്ടുള്ളൊരു അത്ഭുതമല്ല, പുറത്ത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു റോബോ നായ്ക്കുട്ടി ഉണ്ടെന്ന്. അപ്പോൾ ഇത് ഇത്രയും ക്യൂട്ടാണെന്ന് നേരിട്ട് കണ്ടപ്പോഴാട്ടോ മനസ്സിലായത്. നല്ല രസമുണ്ടായിരുന്നു. ആളുകളുടെയൊക്കെ അടുത്തൊക്കെ അത് വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ജീവനില്ലാത്ത സംഭവം ആയതുകൊണ്ട് നമുക്ക് ഉപദ്രവിക്കുമെന്നൊന്നും പേടിക്കണ്ട, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യമായിട്ട് പോയിട്ട് മുന്നോട്ട് നിന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. അല്ലെങ്കിൽ നായ്ക്കുട്ടിയുടെ ഒന്നും അടുത്തേക്ക് പോലും ഞാൻ പോകാറില്ല. ഒരു 7 അടി അകലം വിട്ടേ ഞാൻ നിൽക്കാറുള്ളൂ. അപ്പോൾ ശരിക്കും ഈ റോബോ നായ്ക്കുട്ടീനെ എൻജോയ് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സാണ് കേട്ടോ. കുട്ടികളെക്കാട്ടിലും യങ്സ്റ്റേഴ്സിനാണ് ഇത് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നല്ല ഭംഗിയുണ്ട്. അവിടെ നിൽക്കുന്നവരൊക്കെ നല്ല ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഓരോരോ ആക്ടിവിറ്റീസൊക്കെ കണ്ടിട്ട്. നായ്ക്കുട്ടികളൊക്കെ എഴുന്നേറ്റ് നിൽക്കണ മാതിരി നിൽക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരുന്നു. പെൺപിള്ളേരാണ് കൂടുതലും നോട്ടം ഇട്ടേക്കുന്നത്. കൺട്രോളിങ് ആരാണോ ആവോ. വീഡിയോ സൂക്ഷിച്ച് കാണുന്നവർക്ക് മാത്രം മനസ്സിലാവും. ആരാണെന്ന് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പേരുദോഷം മാറ്റാൻ വേണ്ടിയിട്ട് ഇതേണ്ട ഒരു ആൺകുട്ടിയുടെ അടുത്തോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഏതായാലും അങ്ങനെ കുറച്ച് സമയം അതൊന്ന് കണ്ട് എൻജോയ് ചെയ്ത് നിന്നിട്ട് പിന്നെ ഞങ്ങളത് നേരെ അകത്തേക്ക് പോയിട്ടുണ്ട്. ഒരുപാട് സമയം അവിടെ നിൽക്കാൻ പറ്റത്തില്ല. വീട്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയുള്ള റോബോട്ടിക്സ് യുഗത്തിൽ ഇനി ഇതുപോലുള്ള പല പല ആളുകളെയും നമുക്ക് പരിചയപ്പെടാൻ പറ്റും. നമ്മുടെ തലമുറയ്ക്ക് അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്.
ഹിബൂസിനോട് അതിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കും, നമുക്ക് പിക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു പേടി പോലെ, ഇനി അതെങ്ങാനും വന്ന് തട്ടുമോ എന്നൊക്കെ ഉള്ള പേടിയുണ്ട്. അവൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് അകലം വിട്ടാട്ടോ നിന്നത്. ജീവനില്ലാത്തതാണെങ്കിലും മനുഷ്യർ കൺട്രോൾ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എത്ര സമയം വേണമെങ്കിലും നമുക്കവിടെ നിൽക്കാൻ കേട്ടോ, അതിനൊന്നും ഒരു ലിമിറ്റും ഇല്ല. അങ്ങനെ നമ്മൾ അടുത്ത ഒരു എൻട്രൻസിലേക്ക് കയറിയപ്പോഴത്തേക്കാണ് കേട്ടോ ഒരു സൈഡിൽ കുറേ ആളുകൾ ഇങ്ങനെ കൂടി ഇന്ന് എന്തോ അത്ഭുത കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ പിന്നെ എന്താണെന്ന് നോക്കിയിട്ട് പോകാമല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേക്കാണ് കണ്ടത്. പക്ഷേ സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി കേട്ടോ. ഒരു മനുഷ്യൻ അതിൻ്റെ അകത്ത് കിടക്കാണ്, മത്സ്യകന്യകൻ എന്ന് വേണമെങ്കിൽ പറയാം, വിത്ത് ഓക്സിജൻ സിലിണ്ടറൊക്കെ ആയിരുന്നു. പക്ഷേ എത്ര നേരമെന്നും പറഞ്ഞിട്ട് കിടക്കും, ആളൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്കൊന്ന് പോവുക പോലും ചെയ്യുന്നില്ല. എപ്പോഴും ആ വെള്ളത്തിൽ തന്നെ അങ്ങനെ കിടക്കുകയാണ്. എത്ര മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി എന്നൊന്നും അറിയുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി കേട്ടോ, ശരിക്കും പാവം തോന്നി. എന്തെല്ലാം തരത്തിലാണ് മനുഷ്യർ ജോലി ചെയ്ത് ജീവിക്കുന്നത് അല്ലേ. പക്ഷെ ആള് ഭയങ്കര ഹാപ്പിയാണ്, നല്ല ആക്റ്റീവാണ്, എല്ലാ വ്യൂവേഴ്സുമായിട്ട് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 360 ഡിഗ്രിയിൽ റിംഗ് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കയറിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷേ നമുക്ക് തീരെ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനൊന്നും നിന്നില്ല, അപ്പോഴേ അവിടുന്ന് സ്ഥലം വിട്ടു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഈ വാട്ടർ ഫൗണ്ടെയിനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അടിപൊളി കാഴ്ചകളായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേഗം തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പറയാതെ തന്നെ കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, മത്സ്യകന്യകയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. 2 പേരുണ്ട്, ഓക്സിജൻ സിലിണ്ടർ ഒന്നുമില്ല. ഒരാൾ അവിടെ മേളിൽ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി നിൽക്കുകയാണ്, അടുത്ത ആളിങ്ങനെ ഇവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. എന്നിട്ട് അവിടെ മീനൊന്നുമില്ല കേട്ടോ, അവർ മാത്രമേ ഉള്ളൂ. അവർക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് റെസ്റ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മത്സ്യകന്യക എന്നുള്ള അത്ഭുതം നമ്മൾ നോക്കി നിന്നിട്ട് പിന്നെയാണ് കേട്ടോ ശരിക്കും മറൈൻ ഷോ കാണാൻ വന്നത്, ഫിഷസിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ പ്രതീക്ഷിച്ച് ചെന്ന അതിഥികളുള്ളത്. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് ഫിഷസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരുപാട് കണ്ടാലും തീരാത്തത്രയും ഫിഷസ് ഉണ്ടായിരുന്നു. ഹിബൂസ് ആണെങ്കിൽ ഭയങ്കര ആങ്സൈറ്റിയോടുകൂടി ഇങ്ങനെ ഓടി നടന്ന് കാണുമായിരുന്നു കേട്ടോ, ഏത് ഫിഷാന്ന് നോക്കിയിട്ട്. ഞാൻ പക്ഷേ തിരക്കിയത് ഇത് നമ്മൾ ഈ കാണുന്നതിനൊന്നും അല്ല കേട്ടോ. പക്ഷെ നമ്മൾ കറിയൊക്കെ വെക്കുന്ന ടൈപ്പ് ഒരു തെരണ്ടിന്നോ എന്താണ്ട് അതിന് പറയുന്നത്, പല നാട്ടിലും പല പേരാണ് പറയുന്നത്. തെരണ്ടി മീൻ എന്നൊക്കെ അവിടെ ചിലർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇത്രയും വലിയ മീനിനെ ഇത്രയും അടുത്ത് കാണുന്നത്. അതിൻ്റെ ഡിസൈൻസ് ഒക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണാം. നമ്മൾ ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ ചെയ്യുന്നത് പോലെ എന്തോരം നല്ല ഒരു ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്ന പോലെയാണ് അതിൻ്റെ ബോഡി ഉണ്ടായിരുന്നത്. ഓരോ മീനും ഓരോ വെറൈറ്റീസ്, ഓരോ സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര രാജാവിൻ്റെ ഒരു ഗെറ്റപ്പിലാണ് ഇറങ്ങി വരുന്നത്. അതിൻ്റെ ഫിഗർ തന്നെ അങ്ങനെയാണ്. അതിൻ്റെ മുകളിലൊക്കെ കണ്ടോ അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മാതിരി തോന്നി കേട്ടോ. അങ്ങനെ മിക്ക മീനുകളും എല്ലാം നമ്മൾ കണ്ടിട്ടില്ലാത്ത പോലെ, ഞാൻ കണ്ടിട്ടില്ലാത്ത പോലത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ഫിഷ് ടാങ്കിലൊക്കെ കണ്ടിട്ടുണ്ട് കുറച്ചൊക്കെ. ചിലതൊക്കെ നമ്മൾ ഫിഷ് ടാങ്കിലൊക്കെ വളർത്തുന്ന മീനുകൾ ആ ഒരെണ്ണമാണ്. പക്ഷെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ലാത്ത കുറേ ലാർജ് സൈസ് ഫിഷുകളുണ്ട്. ഇത് പിന്നെ മോഡലിംഗ് ഫാമിലിയിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു. അവർ ഫോട്ടോസിന് പോസ് ചെയ്യുകയാണ്. ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞു എന്ന് മനസ്സിലാവുമ്പോൾ മാത്രമേ അവർ മൂവ് ആകുന്നുള്ളൂ. അത് പാരമ്പര്യമായിട്ട് മോഡൽസ് ആണെന്ന് തോന്നുന്നു അവർ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു വെള്ള ഗൗണിട്ടൊരു സുന്ദരി മീനുണ്ടായിരുന്നു കേട്ടോ. ആ സുന്ദരീനെ ഞാനിങ്ങനെ ഒന്ന് ഫോക്കസ് ചെയ്ത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്രയും വലിയ ആളുകളുടെ ഇടയ്ക്ക് അത് ഒരാൾ മാത്രമാണ് കേട്ടോ കുട്ടിയായിട്ടുള്ളത്. പിന്നെ അടുത്ത സെഗ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്കൊരു അണ്ടർ വാട്ടർ എക്സ്പീരിയൻസ് തരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് കടലിൻ്റെ അടിയിലേക്ക് നമ്മൾ നിൽക്കുന്നത് പോലെ ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും. ഏറ്റവും ക്യൂട്ടായിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ കളർ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ കളർ മീനുകൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. എണ്ണാൻ പറ്റാത്ത അത്രയും മീനുകൾ. എനിക്ക് തോന്നുന്നു വന്നതിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് ഇതാണ് കേട്ടോ. നമ്മൾ സ്റ്റാർസൊക്കെ നോക്കി നിൽക്കുന്ന പോലെ കുഞ്ഞുങ്ങൾ ഇത് വന്ന് നോക്കി നിൽക്കും. ഫിഷ് ടാങ്കിലെ മീനുകളെ പോലെ. അധികം വലിപ്പവും ഇല്ല, എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവരെയൊക്കെ ഞാൻ ഏതൊക്കെയോ ഫിഷ് ടാങ്കുകളിലൊക്കെ കണ്ടിട്ടുള്ള പരിചയമുണ്ട്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ തെരണ്ടി മീൻ എന്ന് പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പലരും പല പേരാണ് അവിടെ നിന്ന് പറഞ്ഞത്. അങ്ങനെ ഈ ഒരു
സെഗ്മെൻ്റാണിത്. അണ്ടർ വാട്ടർ എക്സ്പീരിയൻസ് ആണ്. നന്നായിട്ട് കടലിൻ്റെ അടിയിലാണെന്നുള്ള ഒരു ഫീൽ അങ്ങനൊന്നും തോന്നിയില്ല. എന്നാലും ആർട്ടിഫിഷ്യൽ എപ്പോഴായാലും ആർട്ടിഫിഷ്യൽ തന്നെയാണല്ലോ. പക്ഷേ ഈ ഒരു ഐറ്റം ഇത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമുക്ക് എന്തോ ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്ത് കേട്ടോ. ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്ക് അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല, പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആചാന ബാഹുക്കളായ കുറേ മീനുകളുണ്ടായിരുന്നു. പേരൊന്നും അറിയത്തില്ല ഇതിൻ്റെ ഒന്നും, എങ്കിൽ പോലും കാണാനൊക്കെ ഭയങ്കരമായിട്ട് കൗതുകം തോന്നി. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഷേപ്പിലുള്ള മീനുകൾ, ഭയങ്കര അതിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ ബോഡി ഷേപ്പ് ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു, കളറ് വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള മീനുകളെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പോയെങ്കിലല്ലേ പറ്റുള്ളൂ. അത് കടലിൻ്റെ അടിയിൽ പോയിട്ട് നമുക്ക് കാണൽ നടക്കണ ആവശ്യമല്ല. അപ്പോൾ അതേ കുഞ്ഞുങ്ങളൊക്കെ അതേണ്ട ഭയങ്കരമായിട്ട് ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ഇത് പാമ്പിനെ പോലെ ഇഴഞ്ഞിങ്ങനെ പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ പോയിട്ട് നോക്കുകയാണ് ഇത് എന്താണ് സംഭവം എന്ന്. പുലിയും പുലിയുടെ പുള്ളിയും പാമ്പിൻ്റെ ആ ഒരു ടെക്സ്ചറും പിന്നെ ഫിഷിൻ്റെ രൂപവും അതാണ് കേട്ടോ, മൂന്നും കൂടെ ഒക്കെ ഒത്തുചേർന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കുറേ വലിയ മീനുകളൊക്കെ കണ്ടെങ്കിലും ഞാൻ ശരിക്കും തേടിയത് നമ്മുടെ നെത്തോലി, ചൂര, അങ്ങനെയുള്ള എൻ്റെ ഫേവറേറ്റ് മീനുകളൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ അവരെ ആരെയും കണ്ടുമുട്ടിയില്ല. പക്ഷെ നെത്തോലിയുടെ ഏതോ ഒരു വകയിലുള്ള അമ്മായിയുടെ മോനാണെന്ന് തോന്നുന്നത്, അവരുടെ ഫാമിലിയെ കണ്ടുമുട്ടി. അവിടെ എല്ലാവരും എൻജോയ് ചെയ്യായിരുന്നു. പിന്നെ ഇതേണ്ട വേറൊരു സംഭവം എന്തൊക്കെയാണോ അറിയില്ല, പക്ഷെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ ആ ഒരു കാഴ്ച എൻജോയ് ചെയ്തു. അപ്പം ഇതാണ് എൻഡ് ഓഫ് ദി പാർട്ട് എന്ന് പറയുന്നത്. ഇവിടം കൊണ്ട് ആ ഒരു സീക്വൻസ് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മത്സ്യകന്യക ഇറങ്ങി വരുന്നുണ്ടായിരുന്നു എന്ന്. ദേണ്ട ഇതാണ് കേട്ടോ ആ മത്സ്യകന്യക. പിന്നെ അതിനുശേഷം നമ്മൾ സാധാരണ ഫെസ്റ്റ് സ്റ്റോളുകളിൽ കാണുന്നത് പോലെ കുറേ ഫർണിച്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കണ്ണാടി ഉണ്ടപ്പോൾ ഞാൻ അവിടെ ഒന്ന് എത്തി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ഫർണിച്ചർ സെറ്റുകൾ, പിന്നെ അങ്ങോട്ടും കുറേ സ്റ്റോളുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊന്നും ഞാൻ അങ്ങനെ വലുതായിട്ട് വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ നടന്നു നിന്നിട്ട് പിന്നെ എനിക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ വാഷ് ബേസിനുകളും അതിൻ്റെ മിറേഴ്സും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളി. കുറേ ഡിസൈനിലുള്ള LEDs കണക്ട് ചെയ്തിട്ടുള്ള മിറേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് ഹിബൂസ് ഇങ്ങനെ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ നോക്കിയോ നല്ല രസമുണ്ട്, ഈ ഫോട്ടോ എടുക്കാനൊക്കെ കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓടി നടക്കുമായിരുന്നു. പിന്നെ ഫെസ്റ്റിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന സ്റ്റോളുകൾ, ഒരു ബാഗ് കണ്ട് ഞാൻ വെറുതെ പോയി വില ചോദിച്ചു കേട്ടോ. എത്ര 4000 അങ്ങോട്ട് പറയുന്ന കേട്ടോ. അപ്പോഴും ഞാൻ അവിടെ നിന്ന് ഓടി. പിന്നെ 3D ഷോയൊക്കെ ആളുകൾ കാണുന്നുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമുക്കിതിനൊന്നും സമയമില്ലായിരുന്നു. വീട്ടിൽ നിന്ന് ഉമ്മയൊക്കെ വന്നിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എവിടെയെങ്കിലും നിന്ന് നമ്മൾ കയറി നിന്ന് ഒന്നും ചെയ്യാനായിട്ടുള്ള ടൈമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ശരിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ട് ഓടിപ്പിടിച്ച് ഇങ്ങനെ ഇറങ്ങുമായിരുന്നു കേട്ടോ. പിന്നെ നമുക്കൊരു അത്ഭുതം എന്ന് പറയാൻ തോന്നിയെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ഇത് വെച്ചിട്ട് വിളിക്കുന്നത് കേട്ടോ. വിളിക്കുന്ന വിളിയാണെങ്കിൽ കൂട്ടുകാരെ കൊണ്ട് കാണിക്കുക സ്കൂളിൽ ഫോട്ടോ എടുക്കാൻ വരാൻ. കൊച്ചു പിള്ളേർ പോലും പോയി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പേടിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് പൂച്ചേനെ പോലും തൊടാൻ പേടിയാണ്. ഞാൻ എങ്ങനെ ഇതിനെ പോയി തൊടും. ഇപ്പോൾ ഹിബൂസിനും അതുപോലെ തന്നെ പേടിയായിരുന്നു. അപ്പോൾ അവൾ തൊട്ടില്ല. പക്ഷേ ആമിന വന്നിട്ട് തൊട്ടെന്ന് പറഞ്ഞു. ആമിന തൊടുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. പക്ഷേ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് മിസ്സായിപ്പോയി. എന്തായാലും കുറച്ച് സമയം ഞാനിങ്ങനെ അതിനെ നോക്കി നിന്നിട്ട് പോയി. എന്തുവാണ് ആ മനുഷ്യൻ്റെ ധൈര്യം സമ്മതിക്കണം. ആ ഒരു സ്റ്റോളിൻ്റെ എൻ്റെ എന്ന് പറയുന്നത് അവിടെ ആയിരുന്നു എന്ന് ആമിനെ പറഞ്ഞതുകൊണ്ട് നമുക്കറിയായിരുന്നു. അപ്പോൾ അതേ അവിടെ പോപ്കോണിൻ്റെ അവിടെ നിന്നൊരു നിലവിളി ശബ്ദം കേൾക്കുന്നുണ്ട്. ഹായ് ഗൈസ് എന്ന് പറഞ്ഞിട്ട് ക്യാമറ കണ്ടതിൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ. അങ്ങനെ അതേ നമ്മൾ വീട്ടിൽ നിന്ന് വന്നവരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ നിഹിയാൻകുട്ടനുണ്ടായിരുന്നു. അവൻ ഓടി വന്നു കേട്ടോ. അപ്പച്ചീന്നും പറഞ്ഞുകൊണ്ട് അവൻ അടുത്തേക്ക് ഓടി വന്നു. പിന്നെ അത് ആമിന, അമ്മി, ചെറുക്കുഞ്ഞമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഹിബൂസും ആമിനായും കൂടെ വേറെ ഏതോ ഒരു സ്റ്റോൾ കാണാൻ വേണ്ടിയിട്ട് തേടി പിടിച്ച് പോവുകയാണ് കേട്ടോ. പക്ഷേ ഒരു വട്ടം കണ്ടിട്ട് തിരിച്ചു പോയാലൊന്നും നമുക്ക് അത്ര ഐഡിയ ഒന്നും ഉണ്ടാകത്തില്ല. 2-3 വട്ടം കറങ്ങി വരണം, എങ്കിലേ നമുക്ക് സംഭവങ്ങളെല്ലാം മനസ്സിലായി വരുള്ളൂ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. കുറേ സമയമായി. അപ്പം ബസ്സിലാണ് കേട്ടോ അവരൊക്കെ വന്നത്. അപ്പോൾ ബസ് കിട്ടാൻ പറ്റൂല, കാർ ഒതുക്കാൻ സ്ഥലമില്ലാന്നും പറഞ്ഞിട്ട് കാർ എടുക്കാണ്ടൊക്കെ വന്നതാണ്. അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ ഈ മരണക്കിണറിനകത്ത് റൈഡിന് വേണ്ടിയിട്ട് ലേഡീസ് റെഡിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അവർ ജിംക്കാണ് ഇട്ടേക്കുന്നത്. ജീൻസും ടോപ്പും
ജിംക്കയാണ് ഇട്ടേക്കുന്നത്. അതെനിക്ക് തോന്നുന്നു അത് ലേഡി ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെ ഹിബൂസും നെഹ്യൂസും ഒക്കെ റൈഡിൽ കയറണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ്. റൈഡിലൊന്നും കയറാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ കയറിയില്ലട്ടോ. ഇനിയിപ്പം ഉടനെ തന്നെ പുനലൂർ ഫെസ്റ്റ് വരുന്നുണ്ട്, അപ്പോൾ കണ്ട് കയറാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷേ ഹിബൂസ് ഭയങ്കര കയറുമായിരുന്നു, നല്ല പിണക്കത്തിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇത്രയും ദൂരത്തു നിന്നൊക്കെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ വേണ്ട ഹിബൂസ് തിരിഞ്ഞ് നടക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. ഭയങ്കര വിഷമമുണ്ട്. എനിക്ക് വീഡിയോയ്ക്കൊന്നും നിൽക്കുന്നില്ല. ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി കണ്ണൊക്കെ നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഞങ്ങളതേ പുനലൂരെത്തിയപ്പോൾ പുതിയ ഐസ് ബേയുടെ ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് കയറി. അവിടെ കയറിയെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പുനലൂർ ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ പുതിയ ഐസ് ബേ ഉള്ളത്. അപ്പോൾ ഫെസ്റ്റിന് വരുന്നവരെല്ലാം ഐസ് ബേയിൽ കയറി എക്സ്പ്ലോർ ചെയ്യുക. വേണ്ട ഫെസ്റ്റിൻ്റെ സംഭവങ്ങൾ ജെയിൻ വീലൊക്കെ സെറ്റ് ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കും ഫെസ്റ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. കൊല്ലത്തെ മറൈൻ അക്വേറിയം എന്ന് പറയുന്നത് സെപ്റ്റംബർ 15 വരെ ഉള്ളൂ. അപ്പം അതിന് മുന്നേ പോയി കാണാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. അപ്പം എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി, കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.